ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. തടി കുറക്കാൻ പല വഴികളും തേടുന്നവരുണ്ട്. ഇതിനായി ഭക്ഷണവും പ്രധാന വഴിയാണ്. ചില ഭക്ഷണങ്ങൾ തടി കുറക്കാനും ചിലത് തടി കൂട്ടാനുമെല്ലാം വഴിയൊരുക്കുന്നവയാണ്. നട്ട്സ് പൊതുവെ ആരോഗ്യത്തിന് ഏറെ ഗുണകരമാണ്. ഇവ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ നൽകുന്നതിനൊപ്പം തടി കുറക്കാൻ കൂടി സഹായിക്കുന്നവയാണ്. ഇത്തരം നട്ട്സിൽ ഒന്നാണ് ബദാം. ബദാം പല പോഷകങ്ങളും അടങ്ങിയ ഒന്നാണ്. ശരീരത്തിന് ആവശ്യമായ പല ഘടകങ്ങളും അടങ്ങിയ ഇത് തടി കുറക്കാൻ കൂടി സഹായിക്കുന്ന ഒന്നാണ്. ഇവയിൽ ധാരാളം നാരുകളും പ്രോട്ടീനുകളുമെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇതിൽ ആരോഗ്യകരമായ ഫാറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. ഇവയുടെ ഗ്ലൈസമിക് ഇൻഡെക്സ് തീരെ കുറവാണ്. കുടൽ ആരോഗ്യത്തിനും ബദാം ഉത്തമമാണ്. കൊളസ്ട്രോൾ പ്രശ്നം പരിഹരിക്കാനും നല്ലതാണ്. വിശപ്പ് കുറക്കാൻ പറ്റുന്ന, സംതൃപ്തി നൽകുന്ന, വയർ നിറഞ്ഞുവെന്ന് തോന്നലുണ്ടാക്കുന്ന ഒന്നുകൂടിയാണ് ബദാം. ഇതിനു പുറമെ കാൽസ്യം, അയൺ, പൊട്ടാസ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ് തുടങ്ങിയ പലതും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ചർമ്മത്തിനും മുടിക്കും ഏറെ ഗുണങ്ങൾ നൽകുന്ന ഒന്നാണ് ബദാം. ശരീരത്തിലെ മെറ്റബോളിസം അഥവാ ഉപാപചയ പ്രക്രിയയാണ് തടി കുറക്കാൻ സഹായിക്കുന്ന പ്രധാന ഘടകം. ഇതിലെ നാരുകൾ, വൈറ്റമിൻ എ എന്നിവ ശരീരത്തിലെ ഉപാപചയ പ്രക്രിയ അഥവാ മെറ്റബോളിസം ശക്തിപ്പെടുത്തുന്നു, ദഹന പ്രക്രിയ ശക്തിപ്പെടുത്തുന്നു. ഇവയിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ വയർ നിറഞ്ഞ തോന്നലുണ്ടാക്കുന്നു. ആരോഗ്യകരമായ സ്നാക്സായി ഇത് കഴിക്കാം. ഇതെല്ലാം തന്നെ തടി കുറക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ്. കുടൽ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതും മലബന്ധം അകറ്റുന്നതുമെല്ലാം തന്നെ ബദാമിൻ്റെ ഗുണങ്ങളിൽ പെടുന്നു. തടി കുറക്കാൻ എത്ര ബദാം കഴിക്കണം എന്നതിനെ സംബന്ധിച്ച് പല പഠനങ്ങളും പരീക്ഷണങ്ങളും നടന്നിട്ടുണ്ട്. ദിവസവും 1 മുതൽ 1.5 ഔൺസ് വരെ ബദാം കഴിക്കുന്നത് നല്ലതാണ്. അതായത് 23 മുതൽ 43 വരെ കഴിക്കാം എന്നർത്ഥം. ഇത് തടി കുറക്കാൻ സഹായിക്കുന്നു. ഇത് വിശപ്പ് കുറക്കാനും ഏറെ നേരം വയർ നിറഞ്ഞുവെന്ന തോന്നൽ നൽകാനും രക്തത്തിലെ ഗ്ലൂക്കോസ് തോത് കുറക്കാനും നല്ലതാണ്. ഇതിനൊപ്പം നാരുകൾ, പ്രോട്ടീൻ, നല്ല കൊഴുപ്പ് എന്നിവ അനാരോഗ്യകരമായ കൊഴുപ്പ് ശരീരത്തിൽ അടിഞ്ഞുകൂടാതെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനൊപ്പം ശാരീരിക അധ്വാനവും പ്രധാനമാണ്. പ്രത്യേകിച്ച് 2 ഔൺസിൽ കൂടുതൽ ബദാം കഴിക്കുന്നവരെങ്കിൽ ഇത് വ്യായാമം ചെയ്തോ ശാരീരിക അധ്വാനത്തിലൂടെയോ കുറയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. മറ്റു ഭക്ഷണങ്ങൾക്കൊപ്പം കഴിക്കുന്നതിനേക്കാൾ ഇത് തനിയെ കഴിക്കുന്നതാണ് ഗുണം നൽകുക. വറുക്കാതെ, ഉപ്പ് ചേർക്കാതെ കഴിക്കുക. തലേ ദിവസം ഇത് വെള്ളത്തിലിട്ട് കുതിർത്ത് പിറ്റേന്ന് കഴിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇതിൻ്റെ തൊലിയിലെ ഫൈറ്റിക് ആസിഡ് നീക്കം ചെയ്യാനാണ് കുതിർത്ത് കഴിക്കാൻ പറയുന്നത്. ഫൈറ്റിക് ആസിഡ് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ശരീരത്തിന് പോഷകങ്ങൾ ലഭിക്കുന്നത് തടയുകയും ചെയ്യുന്നു. രാവിലെ വെറും വയറ്റിൽ ഇത് കഴിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇതിലൂടെ ശരീരത്തിലെ പോഷകങ്ങൾ ശരിയായ തോതിൽ ആഗിരണം ചെയ്യാൻ സാധിക്കും. കുതിർത്തിയാൽ തൊലി കളയേണ്ട ആവശ്യം വരുന്നില്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.